ഒന്ന് അനങ്ങി വാടേ. താങ്ക് യു. എടാ മദന, ഈ മോഷണം ഒരു കുറ്റാണോ? ആണെന്നാ തോന്നുന്നത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ആരും ഒരു വസ്തുവും വാങ്ങുന്നില്ലല്ലോ. ഓടക്കുടൽ ഊതി ആടുകളെ മേച്ചടക്കേണ്ട ഈ രമണൻ കന്നുകാലികളെ മോട്ടിച്ചടക്കുന്നു. ഇങ്ങനെ പോയാ നമ്മുടെ കഞ്ഞൂരി മുട്ടും. മുട്ടോന്നല്ല, മുട്ടി. ഈ കുടിക്കുന്ന കള്ളിന് കൊടുക്കാൻ കാശില്ലെന്ന് അറിയോ നിനക്ക്? കാശുണ്ടേലും നമ്മൾ കുടിക്കും, കാശില്ലേലും നമ്മൾ കുടിക്കും. അതെ, കാശ് ഉള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തതിനേക്കാൾ നല്ലത്. അപ്പൊ പിന്നെ കാശുള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തത്. വലിയ വലിയ വരണം വരണം, ഇങ്ങോട്ടിരിക്കാം. ഇരുത്തണ്ട വാടക കാശെടുക്ക്. ഉണ്ണേട്ടാ, താങ്ക് യു. എന്തിന്? അന്നൊരിക്കൽ ഗോവിന്ദൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെ ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തില്ലേ, അതിന് താങ്ക്സ്. അപ്പപ്പ കിട്ടുന്ന അടിക്ക് അപ്പപ്പ താങ്ക്സ് പറയണം, അല്ലാതെ 6 മാസം കഴിഞ്ഞിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുൻകൂറായിട്ടൊരു താങ്ക്സ് പറയാം. എന്തിന്? ഇപ്പൊ മോന്തിയ കള്ളിന് കൊടുക്കാൻ കാശില്ല. ഈ മീശാരെ കയ്യിൽ നിന്ന് അടി ഉറപ്പാ. നീ എത്ര വെച്ചു? ഞാൻ 4. നീയോ? ഞാൻ 3 കുപ്പി 7 മുട്ടയും. അയ്യോ പാവം പാവങ്ങൾ. ഇവരുടെ കാശ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടി കൊടുത്ത് മേടിച്ചോ. എന്തിനാടാ കാൽ കാശല്ലാതെ ഷാപ്പിൽ കരുതി ഇറങ്ങുന്നേ? ഇവന്മാരുടെ കൂം പിടിച്ചിലക്ക് കാശ് വാങ്ങിച്ചോ. എന്നാണ് ഉത്സവം കൊടിയേറേണ്ടതെന്ന് പ്രശ്നത്തിൽ തെളിയുന്നുണ്ടോ ജോത്സരെ? വരട്ടെ. അതിനു മുമ്പ് വിളക്കെടുക്കുന്നതിനുള്ള യഥാർത്ഥ അവകാശിയായ അളിയൻ മരിച്ചുപോയതുകൊണ്ട് അടുത്തതാരാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണം. അതെ, അത് കഴിഞ്ഞിട്ട് ഉത്സവത്തേക്ക് നിശ്ചയിച്ചാൽ മതി. അതിനിപ്പോ തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? എന്റെ മകൻ രാമകൃഷ്ണൻ തന്നെയായിരിക്കും ഇത്തവണ വിളക്കെടുക്കുന്നത്. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഏട്ടൻ മരിച്ച സ്ഥിതിക്ക് അടുത്ത അവകാശം ഞാനാ. ആ അവകാശം ഞാൻ എന്റെ മകന് കൊടുക്കുകയാണ്. അവനാ ഇത്തവണ വിളക്കെടുക്കണത്. അമ്മ, ഇത് ദൈവത്തിന്റെ കാര്യമാണ്. ഇതിനെങ്കിലും തമ്മിൽ വഴക്കടിക്കരുത്. നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ ദേവവും രാജീവവും പറഞ്ഞതിന് കാര്യമുണ്ട്. എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ? അതെ, എല്ലാവരോടും കൂടി പറയുക, അളിയൻ മരിച്ചതുകൊണ്ട് ഇക്കൊല്ലം വിളക്ക് ഞാൻ എടുക്കും. ഞാൻ എന്നാ വിളക്കെടുക്കേണ്ടത് പറയണോ? ആ പൂതിയകം മനസ്സിൽ വെച്ചോണ്ടാ മതി ഹരീന്ദ്രൻ നായരെ. ഇത് ഞങ്ങളുടെ തറവാട്ടുത്സവമാണ്. താനേ സംബന്ധക്കാരനാ, മനസ്സിലായോ? ഓ, മനസ്സിലായി. മക്കളെ കൊണ്ട് വിളക്കെടുപ്പിച്ച് 5 കൊല്ലം തറവാട്ടിക്കരയിൽ ഭരിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. വിളക്കെടുക്കുന്നതിനെ ചൊല്ലി ഇവിടെ ആരും തമ്മിൽ തല്ലണ്ട. ആരാ വിളക്കെടുക്കേണ്ടെന്ന് പ്രശ്നത്തിൽ തെളിയട്ടെ. അതെ, അതാണ് നല്ലത്. ഇനിയിപ്പോ വല്യേട്ടനാണ് വിളക്കെടുക്കേണ്ടതെന്ന് തെളിഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം അത് പ്രശ്നം വെച്ചോളൂ ജോത്സരെ. പ്രശ്നത്തിൽ കാണുന്നത് ഈ കുടുംബത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു പുരുഷ പ്രജ വിളക്കെടുക്കണമെന്നുള്ളതാണ്. അതെന്റെ മകൻ രാജീവനാ. എല്ലാ ഈശ്വരാനുഗ്രഹം. ഒന്നുകൂടെ നോക്കണോ? വേണ്ട അല്ലേ? ഇനി ഉത്സവത്തിന്റെ തീയതി കുറിച്ചാട്ടെ. ഈ വരുന്ന കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഉത്സവത്തിന് കൊടിയേറാം. അത് നടക്കില്ല. ഞാൻ ജയലക്ഷ്മി, ഇവിടുത്തെ മരിച്ചുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ ജയലക്ഷ്മി മേനോൻ. ഇക്കൊല്ലത്തെ ഉത്സവത്തിന് വിളക്കെടുക്കേണ്ട യഥാർത്ഥ അവകാശി. പക്ഷേ അച്ഛൻ മരിച്ചിട്ട് അധിക ദിവസമാകാത്തതിനാൽ 41 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മതി ഉത്സവ തീയതി തീരുമാനിക്കുന്നത്. വഴിയെ പോയ ഏതെങ്കിലും അലവലാതിക്ക് വന്നു കയറി നിറങ്ങാനുള്ളതല്ല ആനമുറ്റം തറവാട്. ആനമുറ്റത്തുകാരെ എന്ന് ഉത്സവം നടത്തുന്നത് തീരുമാനിക്കാൻ നീ ആരടി? ഞാനല്ല തീരുമാനിച്ചത്. 41 ദിവസത്തേക്ക് ഉത്സവം നടത്തുന്നത് കോടതി തടഞ്ഞിരിക്കുക. കോർട്ട് ഓർഡർ. നീ ആരോട് ചോദിച്ചിട്ടാടി ആ മൂദേവിക്ക് മുറി തുറന്നു കൊടുത്തത്? എന്തിനാണ് ആണുങ്ങളെന്നും പറഞ്ഞു നിൽക്കണേ? പോയി വിളിച്ചിറക്കി കൊണ്ടുപോടാ അവളെ. അമ്മ എന്തോ വിചാരിച്ചേ? ആനമുറ്റത്ത് ആൺകുട്ടികളില്ലാന്നോ?
ഞാൻ എന്നാ വിളിച്ചോണ്ട് ചെല്ല്. വല്യമ്മ എന്തിനുള്ള പുറപ്പാടാ? അതൊന്നും നീ അറിയില്ല. എന്താ വലിയേട്ടാ? എന്താ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? എന്ത് ധൈര്യത്തിലാണ് നീ ആ മുറിക്കകത്ത് കയറി താമസിക്കുന്നത്? മരിച്ചുപോയ എന്റെ അച്ഛന്റെ മുറിയെന്ന ഒറ്റ ധൈര്യത്തിൽ. ശിവശങ്കര പിന്നെ ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ശിവശങ്കര മേനോനെ തന്നെ നിങ്ങൾക്കാർക്ക് അറിയില്ല. ഹും, പിന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെ. അതേടി, നിന്നെയും അറിയില്ല, നിന്റെ തന്തയും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. അയ്യോ, ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല ഞാൻ. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുൻപ് ഈ തറവാട്ടിലെ ഉത്സവത്തിന് വിളക്കെടുക്കണമെന്ന്. ദൈവം അച്ഛൻ അതിനെ സമ്മതിച്ചില്ല. അച്ഛന്റെ ആഗ്രഹം എനിക്ക് നടത്തണം. അത് കഴിയുന്നത് വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാകും. ഇത്തവണ ഉത്സവത്തിന് വിളക്കെടുക്കേണ്ടത് ഞാനാണെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ആ അവകാശം തട്ടിയെടുക്കാനാണ് നീ വന്നതെങ്കിൽ പാരമ്പര്യമായി എനിക്ക് മാത്രം കിട്ടിയ അവകാശത്തിന് മുന്നിൽ നിങ്ങൾ പ്രശ്നം വെപ്പിച്ചെടുത്ത അധികാരം ഒന്നുമല്ല. എന്റെ മരിച്ചുപോയ അച്ഛൻ സാക്ഷിയായി ഞാൻ പറയുക, ഉത്സവം നടക്കുമെങ്കിൽ വിളക്കെടുക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. എങ്കിൽ അത് എന്നെ ഒന്ന് കാണണമല്ലോ. കാണാം. എന്താനിയാ പ്രേമലേഖനം വായിച്ച് രസിക്കുകയാണോ? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെയുള്ള പ്രേമലേഖനമാണ്. രണ്ടുപേർക്കും കൂടി ഒരു ലേഖനോ? പ്രിയപ്പെട്ട ആനമുറ്റത്തെ ഉണ്ണിമാർ അറിയുന്നതിന് അമ്മാവന്റെ മകളായി തറവാട്ടിൽ അവതരിച്ചിരിക്കുന്ന ജയലക്ഷ്മി വ്യാജ വേഷമാണ്. അവളുടെ ഉദ്ദേശം തറവാട് സ്വത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കുക എന്നുള്ളതാണ്. ജാഗ്രത, ഒരു അഭ്യുദയകാംക്ഷി. ഇതാരാ ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ തന്നയച്ചത്? അയാളെ ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടൊരു ഗുജറാത്തി കട്ടുണ്ട്. മെലിഞ്ഞ് നീണ്ടൊരു കുറ്റിത്താടിക്കാരനായിരുന്നു. താടിയില്ല. താടിയുണ്ട്. താടിയില്ല. താടിയുണ്ട്. താടിയില്ല. ചെയ്ത് കൊടുക്ക്. യാതൊരു പരിചയമില്ലാത്തവന് ലെറ്റർ മേടിച്ചോണ്ട് വന്നിട്ട് ഇതുവല്ല ലെറ്റർ പോകുമ്പോയിരുന്നു ഇപ്പൊ പൊട്ടി തെറിച്ചേരെ. മണ്ടം കൊണാപ്പിള അലവല. എന്നാലും ആരായിരിക്കും ആ അഭ്യുദയകാംക്ഷി? അതിനെ കുറിച്ചൊന്നും നീ അന്വേഷിക്കണ്ട. എത്രയും പെട്ടെന്ന് ഈ തറവാട്ടിൽ നിന്ന് ആ പെണ്ണിനെ ഇറക്കി വിടണം. വരട്ടെ. ഈ ഊമക്കത്തൊരു തെളിവാക്കാൻ പറ്റില്ല. ശരിയായ തെളിവുകൾ ശേഖരിച്ച് അവൾ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു വിട്ടാ മതി. എന്റെ അനിയനാണെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട്. അതെ, അതെ. എന്തിനാണ് അതെന്ന് പറഞ്ഞത്? എതിരെ വരുന്നവരൊക്കെ മാറിക്കോ, മാറിക്കില്ല. ചേട്ടന്മാരെ മാറിക്കോ. പറഞ്ഞ വിചാരി എന്തായി? സംഗതി ഒപ്പിച്ചു. എങ്ങനെ ഒപ്പിച്ചത്? പറ. ഇങ്ങനെ ഈ കാലി കുപ്പി ഇറയലച്ചത്. അല്ല ഉണ്ണിച്ചേട്ടാ, കുപ്പിയിൽ ഇറക്കാന്ന് കേട്ടിട്ടില്ലേ? അതിനുള്ള ഉപകരണമായത്. അതിനവൾ ഇതിനകത്ത് കൊള്ളൂ. ഇനി അഥവാ അവളെ അതിനകത്ത് കുത്തിക്കയറ്റി അതിന് എന്ത് ചെയ്യാനാ? അവളെ കെട്ടാനല്ല, പിന്നെ അവളെ രക്തം ഊറ്റിയെടുക്കാനാ. രക്തം ഊറ്റിയെടുക്കാനോ? എന്തിന്? അവളുടെ അച്ഛൻ ആനമുറ്റത്ത് ശിവശങ്കര മേനോൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പുതിയൊരു പരീക്ഷണമുണ്ട്. IRDP എന്നോ മറ്റാണ് അതിന്റെ പേര്. അവളുടെ രക്തം കൊണ്ട് കൊടുത്താൽ മതി, തന്തേനെ അവര് കണ്ടുപിടിച്ചോളും. എന്റെ അമ്മൂമ്മയുടെ IRDP രണ്ടും സ്ഥലം അല്ല അല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. അവള് കിടന്ന് ഉറങ്ങുമ്പോ കയ്യോ കാലോ വെട്ടി കുറെ രക്തം ഞങ്ങൾ ഊറ്റിയെടുത്തോളാം. കയ്യും വെട്ടണ്ട, കാലും വെട്ടണ്ട. അവൾ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ സമാനായി. നമ്മൾ മെനക്കെട്ടത് വെറുതെ. പോക്കത്തിനെ കാണിക്കരുത്. ആ ചാള പറയുന്നതിന്റെ ഇവിടെ പറങ്ങി മാങ്ങിയിട്ട് മാറ്റി നല്ല അസൽ കനാൽ പരിങ്ങിയിട്ടും ഒരു വാങ്ങിച്ചോണ്ട് വിട്ടു. ബ്രേക്ക് കൂടെ നന്നായിക്കോ. ഞങ്ങൾ ചവിട്ടുന്നില്ല. പിന്നെ ചുവന്നോണ്ട് പോവാടാ.